ഓണനാളുകളിലെ ചതയന്നാൾ എന്നാൽ ഞങ്ങൾ ഹരിപ്പാട്ടുകാർക്ക് ഉത്സവത്തിൻ്റെ പുലരിയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഉത്സവം കണ്ടിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെയുള്ള മനസ്സിൽ നിന്ന് മായാത്തൊരു കാഴ്ചയായിരിക്കും അത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഇമ്മക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഊണൊക്കെ, ഉച്ചയ്ക്ക് ഊണൊക്കെ. അതിനുശേഷം ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി പോവുകയാണ്. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കാണണം. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വർഷത്തോളം മായാതെ നിൽക്കും. അടുത്ത വർഷം അത് കാണുന്നത് വരെയും മായാതെ നിൽക്കുന്ന കാഴ്ചകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നോക്കിക്കേ, ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി നോക്കിക്കേ. ഇമ്മക്കുട്ടിയും ചേച്ചി നൈനികയും അപ്പയുടെ കൂടെ, സോനാപ്പയുടെ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് പുറകെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഉത്സവം. ഇതേ പായിപ്പാട്ടാറ്റിലെ വള്ളംകളിയാണ്. പായിപ്പാട്ടാറ്റിലെ വള്ളംകളി ആ പാട്ട് കേൾക്കാത്തതായിട്ട് ഈ മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ പായിപ്പാട്ടാറ്റിലെ വള്ളംകളി ആ പാട്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന പാട്ടല്ല അല്ലേ? അപ്പോൾ ആ വള്ളംകളിയാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പായിപ്പാട്ടാറ്റിലെ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും അച്ചൻകോവിലാറ്റിലാണ് നടക്കുന്നത്. നമ്മുടെ പമ്പാ നദി ഇതിന് സമീപം തന്നെയാണുള്ളത്. ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസം പോലുമില്ല. പമ്പ തൊട്ടപ്പുറത്ത് തന്നെയാണുള്ളത്. ഇവിടെ വെച്ച് തന്നെയാണ് പമ്പയും അച്ചൻകോവിലാറ് സംഗമിക്കുന്നതും. അപ്പോൾ നമ്മൾ വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ വള്ളങ്ങളെല്ലാം കൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ആനാരി വള്ളമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ആനാരി വള്ളത്തിൻ്റെ ജേഴ്സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ ഇട്ടുകൊണ്ട് നടക്കുന്ന ജേഴ്സിയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നിന്നത്. നമുക്കിവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ പോകുന്നത് ചെറിയ ചെറിയ ബോട്ടുകളാണ്. അതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അവിടേക്കാണ് ഈ വള്ളങ്ങളെല്ലാം കൂടെ പോകുന്നത്. നമ്മൾ ഈ വള്ളംകളി ദിവസം ഇതേപോലെ ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നതാണ്. പല ഫാമിലി ഇതേപോലെ വള്ളത്തിൽ ബോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാനായിട്ട് പോവും. ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടും പിന്നെ ഫാമിലിയായിട്ടും ഒക്കെ പോകും. ഈ പോകുന്നത് ഇമ്മക്കുട്ടിയുടെ അപ്പാപ്പിയും പേരപ്പന്മാരും ഒക്കെയാണ് ഈ വള്ളത്തിൽ പോകുന്നത്. അപ്പോൾ അവരും വള്ളത്തിലായിരുന്നു. പിന്നെ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മത്സരം തുടങ്ങി. ആദ്യത്തെ മത്സരത്തിൽ അയപ്പറമ്പ് പാണ്ടിയും അയപ്പറമ്പ് വലിയ ദിവാഞ്ചിയും മേൽപ്പാടവുമായിരുന്നു മത്സരം. ഇതിൽ മേൽപ്പാടമാണ് ജയിച്ചത്. അയപ്പറമ്പ് പാണ്ടി എന്ന് പറഞ്ഞാൽ പവർ ഹീറോ എന്നാണ് അറിയപ്പെടുന്നത്. പവർ ഹീറോ ആണ് അയപ്പറമ്പ് പാണ്ടി. വലിയ ദിവാഞ്ചി നിത്യഹരിതം എന്നാണ് അറിയപ്പെടുന്നത്. നിത്യഹരിതമായ വലിയ ദിവാഞ്ചിയും യുവരാജനാണ് മേൽപ്പാടം. യുവരാജൻ ഏറ്റവും പുതിയ വള്ളമാണ് മേൽപ്പാടം എന്ന് പറയുന്നത്. മേൽപ്പാടത്തിൻ്റെ കന്നി അംഗത്തിൽ വിജയക്കുറി ചാർത്തിയ വള്ളമാണ് മേൽപ്പാടം. മേൽപ്പാടത്തിൻ്റെ 2ാമത്തെ അംഗമാണിത്. അപ്പോൾ അവരുടെ മത്സരമായിരുന്നു ആദ്യം ഹീറ്റ്സ് 1. ഇനി ഹീറ്റ്സ് 2 വിയപുരവും കാരിച്ചാലും ആനാരിയുമാണ് വരുന്നത്. ഹീറ്റ്സ് 2 ഇപ്പോൾ വിയപുരം എന്ന് പറഞ്ഞാൽ ജലരാജനാണ് വിയപുരം. നമുക്കറിയാം നെഹ്റു ട്രോഫി കഴിഞ്ഞ തവണ നേടിയത് 2023 നേടിയത് വിയപുരമാണ്. അതുപോലെ കാരിച്ചാൽ ചക്രവർത്തിയാണ്. അതുപോലെ ആനാരി ഒറ്റയാൻ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കിക്കേ, വിയപുരം വള്ളമാണ് നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത്. ബ്ലൂ കളറിൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ വിയപുരം വള്ളത്തിന്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ നെഹ്റു ട്രോഫി ജേതാവാണ്. പക്ഷേ ഇതിൽ 2ാം സ്ഥാനമായിപ്പോയി ഈ മത്സരത്തിൽ. അപ്പോൾ ആനാരി കുറച്ച് പുറകിലായിപ്പോയി. ആനാരി വലിയ ടീംസായിട്ടില്ല, നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പോൾ ആനാരി കുറച്ച് പുറകിലായിപ്പോയി. അടുത്തത് ഹീറ്റ്സ് 3 ആണ്. ഹീറ്റ്സ് 3 ചെറുതനയും പായിപ്പാടും കരുവാറ്റയുമാണ്. അപ്പോൾ ചെറുതന അഴകിൻ്റെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. പായിപ്പാട് പായും പുലിയാണ്. അതുപോലെ തന്നെ കരുവാറ്റയുടെ വസന്തം എന്നാണ് കരുവാറ്റ അറിയപ്പെടുന്നത്, കരുവാറ്റ ചുണ്ടൻ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ 3 ഹീറ്റ്സ് 3 വരുന്നത്. ചെറുതന, പായിപ്പാട്, കരുവാറ്റ. അപ്പോൾ ചെറുതനയും പായിപ്പാടും കരുവാറ്റയും വരും. നല്ല കത്തുന്ന വെയിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരുന്നത് കാണാൻ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ കുറച്ച് തെളിഞ്ഞു വരുന്നുള്ളൂ. നോക്കിക്കേ, ആ പച്ച യൂണിഫോമൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഹീറ്റ്സ് 3 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഹീറ്റ്സ് 3. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ആളുകൾ വെള്ളത്തിലിറങ്ങി നിന്ന് വെള്ളം ഇങ്ങനെ അവരുടെ ദേഹത്തേക്ക് പിന്നെ കോരി ഒഴിക്കുന്നുണ്ട്. അത് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഇങ്ങനെ ദേഹത്തേക്ക് തെറിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ച് എനർജി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ഹീറ്റ്സും കഴിഞ്ഞു. വള്ളങ്ങളൊക്കെ തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുവാണ്. അപ്പോൾ എല്ലാ വള്ളങ്ങളും തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരും. വീണ്ടും തേർഡ് പ്രൈസ് കിട്ടിയ വള്ളങ്ങളുടെ മത്സരമുണ്ട്. സെക്കൻഡ് പ്രൈസ് കിട്ടിയ മത്സരങ്ങളുടെ പിന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടിയവരുടെയും മത്സരമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലാണ് തേർഡ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയവരുടെ മത്സരം നടക്കുന്നത്. അപ്പോൾ വള്ളങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. അതേപോലെ കുറേ ബോട്ടുകളും ഒക്കെ കാണാനായിട്ട് പറ്റും. ആ പച്ച യൂണിഫോം കാണാൻ എന്ത് രസമുണ്ടല്ലേ. അപ്പോൾ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു. ചില ബോട്ടുകളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എനിക്കിത് കുറേ വർഷം ഇത് മിസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു. ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ്. അപ്പോൾ ഈ വള്ളംകളിയെ പറ്റിയൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു. 2 വർഷം കൊണ്ടാണ് ഇത് നമ്മൾ കാണുന്നത്. എത്രമാത്രം എനർജി നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ സ്ത്രീകളും കുട്ടികളും അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉൾപ്പെടെ ആവേശം പൂണ്ട് താളം പിടിച്ച് പിന്നെ ആർപ്പുവിളികളോടെ നടക്കുന്ന മത്സരമാണിത്. അപ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതേ നോക്കിക്കേ, ആയാപറമ്പ് പാണ്ടി തേർഡ് പ്രൈസ് കിട്ടിയ വള്ളങ്ങളുടെ മത്സരത്തിൽ ആയാപറമ്പ് പാണ്ടിയാണ് ഫസ്റ്റിൽ പോകുന്നത്. അപ്പോൾ ആയാപറമ്പ് പാണ്ടി നമ്മുടെ സ്വന്തം വള്ളമാണ്. അപ്പോൾ ഹിമകുട്ടിയുടെ അമ്മൂമ്മയും അവിടെ നിൽക്കുന്ന സ്ത്രീകളെല്ലാവരും കൂടി താളം കൊടുക്കുകയാണ് പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് നടക്കുന്നത് സെക്കൻഡ് പ്രൈസ് കിട്ടിയ വള്ളങ്ങളുടെ മത്സരമാണ്. നമ്മുടെ വിയ്യപുരമാണ് അതിൽ ഫസ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതേപോലൊരു കാഴ്ച നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നെഹ്റു ട്രോഫിക്കൊക്കെ കാണാൻ പറ്റും, എങ്കിലും നമ്മുടെ അടുത്ത് തന്നെ നടക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന ഭയങ്കര നല്ലൊരു കാഴ്ചയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആരവമൊക്കെ കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഹിമക്കുട്ടി അമ്മമ്മയുടെ കയ്യിലിരുന്ന് താളം പിടിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഈ സൗണ്ട് മാത്രം കേൾക്കാനായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ വള്ളങ്ങളുടെ മത്സരമാണ്. ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ പായിപ്പാടനാണ്. പായിപ്പാടൻ വള്ളമുണ്ട്, മേൽപ്പാടമുണ്ട്, കാരിച്ചാലുണ്ട്. പായിപ്പാടനിൽ UBC കൈനകരിയാണുള്ളത്. മേൽപ്പാടത്തിൽ നിരണം ബോട്ട് ക്ലബ്ബാണ്. കാരിച്ചാലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി നമുക്കറിയാലോ, പിന്നെ നെഹ്റു ട്രോഫിയൊക്കെ ഒരുപാട് തവണ കിട്ടിയിട്ടുള്ളവരാണ് അല്ലേ പള്ളാത്തുരുത്തി. അപ്പം അവർ ട്രാക്ക് 1 പായിപ്പാടനും ട്രാക്ക് 2 മേൽപ്പാടവും ട്രാക്ക് 3 കാരിച്ചാലുമാണ്. ഭയങ്കര മത്സരമായിരുന്നു, കടുത്ത മത്സരമായിരുന്നു. ഒപ്പത്തിനൊപ്പമായിരുന്നു ചെന്നുകൊണ്ടിരുന്നത്. മേൽപ്പാടം എനിക്ക് 2ാമത്തെ അംഗമാണ് മേൽപ്പാടത്തിൻ്റെ. അപ്പോൾ ഭയങ്കര മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റിൽ വന്നത് നമ്മുടെ കാരിച്ചാലാണ്. പള്ളാത്തുരുത്തി തുഴഞ്ഞ കാരിച്ചാലാണ് ഫസ്റ്റിലെത്തിയിട്ടുള്ളത്. ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് മേൽപ്പാടം 2ാം സ്ഥാനത്തെത്തിയത്. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇതിപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലായത് കാരണം അവിടുത്തെ വീഡിയോസൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാനത് യൂട്യൂബിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളതാണ് ഫൈനൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു.